ദോസ്തോ, വെൽക്കം ബാക്ക് ടു ദ സീരീസ്. വെറും 5 മിനിറ്റ് കൊണ്ട് ഏതൊരാൾക്കും ഹിന്ദിക്കാരെ പോലെ ഹിന്ദി സംസാരിക്കാൻ പഠിക്കാം. ഓക്കെ, നമ്മൾ സാധാരണ ഞാൻ, നീ എന്നൊക്കെ പറയുന്നതിന് എങ്ങനെയാണ് പറയുക നമ്മൾ പഠിച്ചു. എന്നാൽ ഇനി മൂന്നാമതൊരാളെ കുറിച്ച്, ഒരു തേർഡ് പേഴ്സണെ കുറിച്ച് പറയുമ്പോൾ അതെങ്ങനെയാണ് അവൻ, അവൾ, ഇവൻ, ഇവൾ, ഇതെങ്ങനെയാണ് പറയുക എന്നാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ നമുക്കിന്ന് അവൻ, അവൾ, അത്, ആ ഈ 4 പ്രയോഗങ്ങൾക്കും കൂടെ ഹിന്ദിയിൽ എന്താണ് പറയുന്നതെന്ന് നോക്കാം. വോ എന്നൊരു പ്രയോഗമാണ് ഹിന്ദിയിൽ നമ്മൾ ഇതിന് പകരമായിട്ട് യൂസ് ചെയ്യുന്നത്. വഹ് എന്നാണ് എഴുതുന്നത്, പക്ഷേ നമ്മളത് പ്രൊനൗൺസ് ചെയ്യുന്നത് വോ എന്നാണ്. ഇതിന് ചില ഉദാഹരണങ്ങൾ നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. അവനൊരു വിദ്യാർത്ഥിയാണ്. വോ ഏക് ഛാത്ര ഹെ. അവൻ എൻ്റെ മകനാണ്. വോ മേരാ ബേട്ടാ ഹെ. അവൻ നല്ല കുട്ടിയാണ്. വോ ഏക് അച്ഛാ ലഡ്കാ ഹെ. ഇനി നമുക്ക് സ്ത്രീകളെ കുറിച്ച് പറയുമ്പോൾ അവൾ പറയാം. അവൾ ഒരു ടീച്ചറാണ്. വോ ഏക് ടീച്ചർ ഹെ. അവൾ നല്ല സുന്ദരിയാണ്. വോ ഏക് സുന്ദർ ലഡ്കി ഹെ. അവൾ ഇപ്പോൾ ഇവിടെ ഇല്ല. വോ അബ് യഹാ നഹി ഹെ. ഓക്കെ, അപ്പൊ ഇനി അതൊരു പുസ്തകമാണ്. വോ ഏക് കിതാബ് ഹെ. അത് എൻ്റെ പുസ്തകമാണ്. വോ മേരാ കിതാബ് ഹെ. ആ പുസ്തകം എവിടെയാണ്? വോ കിതാബ് കഹാ ഹെ. ഓക്കെ, അതുപോലെ ആ ഫോൺ ഒന്ന് തരുമോ? വോ ഫോൺ ജറാ ദീജിയേ. ആ വെള്ളം കുടിക്കരുത്. വോ പാനി മത് പീന. ആ കാര്യം ശരിയല്ല. വോ ബാത് സഹി നഹി ഹെ. ആ വണ്ടി താങ്കളുടേതാണോ? വോ ഗാഡി ആപ്കാ ഹെ ക്യാ. ആ വണ്ടി എൻ്റേതല്ല. വോ ഗാഡി മേരാ നഹി ഹെ. ആ വണ്ടി ആരുടേതാണ്? വോ ഗാഡി കിസ്കാ ഹെ. ഹലോ ദോസ്തോ, ഇതാണ് അവൻ, അവൾ, അത്, ആ എന്നിവയുടെ ബേസിക് ആയിട്ടുള്ള രൂപങ്ങൾ നമ്മൾ പഠിപ്പിച്ചു കഴിഞ്ഞു. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്നും മനസ്സിലായെന്നും വിശ്വസിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇത് ഉപയോഗിച്ച് സെൻറ്റൻസസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ നിങ്ങളത് കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ നമ്മളുടെ അടുത്തൊരു സീരീസ് തുടങ്ങുന്നത് വരേക്കും ഖുദാഫിസ്. ബൈ ബൈ.